ഹലോ ഗായ്സ്, ഇന്ന് കല്യാണിയുടെ ചെക്കപ്പ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. തുമ്പമ്മേനെ ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അല്ലൂട്ടനുണ്ട്, അവൻ എന്നെപ്പോലെ തന്നെ വണ്ടി കയറി അപ്പം ഞങ്ങൾ ഉറങ്ങും. അങ്ങനെ നമ്മളിതാ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ഇച്ചിരി ദൂരം അങ്ങോട്ട് നടക്കാണ്ടായിരുന്നു. ആ നടത്തത്തിലാണ്. ഇനി ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം, നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നടക്കുകയാണ്. ഡോക്ടറൊക്കെ കാണിച്ച് ഞാനും കല്യാണിയും കൂടെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത് അച്ഛനും മോനും ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കത്തിയടിക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നന്നായി വിശന്നു. അപ്പോൾ അതാ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ടോ, ഞങ്ങൾ അവിടെ കയറി. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെയാണെന്നറിയോ? നമ്മൾ ബേബിക്കുള്ളതും പിന്നെ കല്യാണിക്കുള്ളതുമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. വേറെ ഒന്നുമില്ല, ഇപ്പോൾ ലീവിനില്ലല്ലോ, അപ്പോൾ അവൻ നാട്ടിലില്ല. അപ്പോൾ അവരുടെ കൂടെ പോകാൻ ഏട്ടനുള്ള സമയമാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏട്ടനുള്ള സമയം നോക്കി പോയതാണ് കേട്ടോ. കല്യാണീനെ ഈ മന്ത് കൂട്ടിക്കൊണ്ടു കേട്ടോ. പിന്നെ ഈ മന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈശാട്ടൻ ലീവ് കഴിയുകയും ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് സെറ്റാക്കിയത്. കല്യാണിയുടെ ഫ്രൂട്ട് സാലഡാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കിട്ടിയതിന് ശേഷമാണ് കുട്ടി പറഞ്ഞത് പപ്പായും പൈനാപ്പിളൊക്കെ ഒഴിവാക്കാൻ പറയാൻ മറന്നു എന്നുള്ളത്. ആക്ച്വലി പൈനാപ്പിളും പപ്പായയും ഒക്കെ കഴിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ നല്ലതല്ല എന്ന് പറയുന്ന ഒരു മിത്താണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത് പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് മാത്രം കഴിക്കാത്ത എത്രയോ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടാവും അല്ലേ. എന്തായാലും അതിലുള്ള പൈനാപ്പിളും പപ്പായൊക്കെ വലിച്ചു വരി ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നേരെ വിട്ടത് നമ്മളെ തറവാടായിട്ടുള്ള ശോഭികയിലേക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഷോപ്പിക്കലായിരിക്കും കേട്ടോ. അങ്ങനെ അതാ 2-3 സെറ്റ് മുണ്ടൊക്കെ വാങ്ങിച്ചു. ഞാനും എൻ്റെ ലാസ്റ്റ് മന്തിലേക്കൊക്കെ ആയപ്പോഴത്തേക്കും കൂടുതലും സെറ്റ് മുണ്ട് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കുറച്ച് സെറ്റ് മുണ്ട് വാങ്ങിച്ചു വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞത് ആ ബേബിക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഈ കെട്ടുടുപ്പൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ഡെലിവറി ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ചെറിയ പിള്ളേരെ കാണുമ്പോൾ പക്ഷേ ഒന്നുകൂടെ വരണമായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ ഏട്ടൻ ആദ്യമായിട്ട് വാവയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞ സാധനം എന്താ പറയുക നോക്കിയേ, പോട്ടി കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈശാട്ടൻ എന്നെ കാണിച്ചിട്ട് കേട്ടോ, പ്രലോഭനങ്ങളിൽ വീഴുന്നവനല്ല മൂപ്പർ, താല്പര്യമില്ല താല്പര്യകക്ഷിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതാ വേഗം അല്ലൂട്ടനും വൈശാട്ടനും കൂടെ മുങ്ങി അവർ ഗെയിം കളിക്കാനാന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പോന്നു. അങ്ങനെ ഒരുവിധം പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ വന്നു. ഇവരെയും കൂട്ടിയിട്ട് വേണമല്ലോ പോവാൻ. അച്ഛനും മോനും അവിടെ നിന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ വന്നാൽ ആകെ എനിക്കിഷ്ടമുള്ള ഗെയിം എന്താ പറയുക, ഈ സാധനമാണ് കേട്ടോ. ഇത് വെച്ചാൽ പാവേനെടുക്കാൻ ശ്രമിച്ച് ഞാൻ അബദ്ധത്തിലായിപ്പോയി ഗൈസ്. അങ്ങനെ ഞങ്ങളത് അന്നത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ ബൈ, സീ യു.